Welcome to Law Simmers Law School. Today I wish to present the second topic on direct taxation, origin and development of taxation in India. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് രണ്ട് പ്രാവശ്യം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാർട്ട് എയിലെ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ടാക്സേഷൻ ഇൻ ഇന്ത്യ അതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 പോയിന്റ്സ് ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പീരീഡ് ഈസ് എൻഷ്യൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ഈസ് എൻഷ്യൻറ്റ് പീരീഡ്, ഫസ്റ്റ് സ്റ്റേജ്. അവിടെ സാമ്പത്തിക, അതായത് ഫിസിക്കൽ ഐഡിയാസിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങിയത് എൻഷ്യൻറ്റ് പീരീഡിൽ നിന്നാണ്. അവിടുന്ന് തുടങ്ങി സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള മിഡീവിയൽ പീരീഡ് വന്നു. ആ സമയത്ത് മൊണാർക്കിൻ്റെ, അതായത് രാജവാഴ്ചയുടെ കാലമായിരുന്നു. അതേപോലെ ആർബിട്രറി ടാക്സേഷൻ പീരീഡാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പീരീഡാണ്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ടാക്സേഷൻ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫോർത്ത് സ്റ്റേജ് ഈസ് പ്രീ ഇൻഡിപെൻഡൻസ് ജുഡീഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആ സമയത്തുണ്ടായത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റിലെ ഫോർത്ത് സ്റ്റേജ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ടാക്സേഷൻ്റെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യൽ ഡെവലപ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഈസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ്റെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ചേഞ്ചസും അമെൻമെൻറ്റ്സും ഒക്കെ എന്തൊക്കെയാണ്, എനാക്ട്മെൻറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ് മോഡേൺ റിഫോംസ് ആൻഡ് പോളിസി എവല്യൂഷൻ, ഇതിൽ എത്രമാത്രം ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ടാക്സേഷനിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഫൈനാൻസ് കമ്മീഷൻ്റെ റോൾ. ദ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ഈസ് ജുഡീഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ ടാക്സ് ഡെവലപ്മെൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് എന്താണ്? ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ 10 പോയിന്റ്സ് ആണ് നമുക്ക് എന്തൊക്കെയാണ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞ അതിലെ 10 സ്റ്റേജായിട്ട് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 10 സ്റ്റേജ് 6 മാർക്സിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് എസ്സേ വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു 7-8 പോയിന്റ്സ് എഴുതുമ്പം തന്നെ നമുക്ക് അതിൻ്റെ മാക്സിമം പോരാനുള്ള സംഭവം മാർക്കിങ്ങിന് പോരും. അപ്പോൾ ഏൻഷ്യൻ പീരീഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫൗണ്ടേഷൻസ് ഓഫ് ഫിസിക്കൽ ഐഡിയാസ്, സാമ്പത്തിക ആശയങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏൻഷ്യൻ പീരീഡിലായിരുന്നു. ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കമ്പൽസറി എക്സാക്ഷൻ ഓഫ് മണി. ആരിൽ നിന്നാണ് ഇത് സോവറിൻ എടുത്തിരിക്കുന്നത്? ഈ എക്സാക്ഷൻ, പിരിച്ചെടുക്കൽ നടത്തിയിരിക്കുന്നത്, ഈടാക്കുന്നത് പബ്ലിക്കിൽ നിന്ന് സോവറിൻ. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊവൈഡിങ് എസെൻഷ്യൽ പബ്ലിക് സർവീസസ് ആണ്. But tax is a compulsory exaction of money from public by sovereign for providing essential public services. പിന്നെ ടാക്സേഷൻ എന്ന് പറയുന്നത് ആ ഏൻഷ്യൻ സമയത്ത് ഒരു എത്തിക്കൽ അല്ലെങ്കിൽ ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ആണ് ഇതിനെ ഗൈഡ് ചെയ്തത്. ടാക്സേഷൻ്റെ ഇതിനെ ഗൈഡ് ചെയ്തിരിക്കുന്നത് ഏൻഷ്യൻ ഇന്ത്യയിലെ എത്തിക്കലും അതുപോലെ തന്നെ ധാർമ്മിക് പ്രിൻസിപ്പിളുമാണ്. ബൈ ഫോഴ്സ് മാത്രമല്ല അവിടെ എന്താണ് ടാക്സ് കളക്ഷന് വേണ്ടി അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയും. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രയ്ക്കകത്ത് 4th BC സെഞ്ച്വറി BC-യിലെ 4-ാം നൂറ്റാണ്ട് BC 4-ാം നൂറ്റാണ്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കിങ് ഷുഡ് കളക്ട് ടാക്സസ് ലൈക്ക് എ ബീ കളക്ട്സ് മണി. കിങ് എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യേണ്ടത്? ബീ എങ്ങനെയാണോ ഹണി കളക്ട് ചെയ്യുന്നത് അതേപോലെ നൈദർ ടു മച്ച് നോർ ടു ലിറ്റിൽ, ആ ഒരു കൺസെപ്റ്റിലാണ് ശരിക്കും കിങ് എന്നാണ് മൊണാർക്ക് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് എന്ന് ഒരു
ഒരു പ്രിൻസിപ്പിൾ അവിടെ ഒരു പറഞ്ഞല്ലോ, മോറൽ എത്തിക്കൽ ആസ് വെൽ ആസ് ധാർമ്മിക് പ്രിൻസിപ്പിൾ ആണെന്നും കൂടെ പറഞ്ഞല്ലോ. ഇനി അതേപോലെ മനുസ്മൃതി, മഹാഭാരത, ഇവിടെയൊക്കെ എന്താണ് ആ ടാക്സിനെ പറ്റി എങ്ങനെയാണ് റെഫർ ചെയ്തിരിക്കുന്നത്? ഒരു ഭാഗം, ഒരു ഷെയർ ഓഫ് പ്രൊഡ്യൂസ്, ഒരു ഭാഗം ഷെയർ ഓഫ് പ്രൊഡ്യൂസ് ആണ് എന്താണ് നമുക്ക് രാജാവിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി മൗര്യ പീരീഡിൽ എങ്ങനെയാണ് ഈ അഗ്രികൾച്ചറിൽ നിന്ന് അന്നത്തെ മെയിൻ എന്താണ് റവന്യൂ അല്ലെങ്കിൽ എന്താണ് ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണല്ലോ. അതില് നോർമൽ പീരീഡിൽ 1/6 അതിന്റെ പ്രൊഡ്യൂസിന്റെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ 1/6 കളക്ട് ചെയ്യണം. അതേപോലെ എമർജൻസി, വാർ സമയത്ത്, ക്ഷാമം അങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്താണ് ക്ഷാമ സമയത്ത് ചിലപ്പം അത് കാണണമെന്നില്ല, പക്ഷെ എമർജൻസി പീരീഡ് ഉള്ള സമയത്ത് എന്തായാലും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാവാത്തതാണല്ലോ ക്ഷാമത്തിനൊരു കാരണം. അപ്പം ആ സമയമല്ല, എമർജൻസി വാറ് പോലുള്ള എമർജൻസി പീരീഡ് സമയത്ത് എന്താണ് നോർമൽ പീരീഡിൽ 1/6 ആണെങ്കിൽ വാർ സമയത്ത് എങ്ങനെയാണ് 1/4 ആണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ ഇത് ഷെയർ ആയിട്ട് ഭാഗമായിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. അതാണ് ഈ ഇങ്ങനെ കൊടുക്കുന്ന ടാക്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? The tax were used for defense, welfare as well as maintenance of administration. അഡ്മിനിസ്ട്രേഷൻ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ഡിഫൻസിന്റെ ആവശ്യത്തിന് വേണ്ടി പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ടുമാണ് ടാക്സസ് യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു മോറൽ ഡ്യൂട്ടിയാണ്. സിറ്റിസൺസിന്റെ മോറൽ ഡ്യൂട്ടി ആണ് ഇത് കൊടുക്കുക എന്ന് പറയുന്നതും. അതുപോലെ റൂളേഴ്സിന്റെ ഒരു ലെജിറ്റിമേറ്റ് റൈറ്റ് ആണ് ഇത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ഈ ടാക്സേഷനെ ആ കൺസെപ്റ്റിൽ കൂടിയാണ് ടാക്സേഷനെ അന്ന് യൂസ് ചെയ്തത്. അപ്പം ഏൻഷ്യന്റ് പീരീഡ് കഴിഞ്ഞല്ലോ, ഇനി മിഡീവൽ പീരീഡിലേക്ക് പോവാം. എന്താണ് രാജഭരണ സമയത്തെ ആർബിട്രറി ഏകാധിപത്യപരമായ ഒരു ടാക്സേഷൻ ആയിരുന്നു, സ്കീമായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്യൂറിങ് മിഡീവൽ പീരിയഡ്, അതായത് ഡൽഹി സുൽത്താനേറ്റിന്റെയും മുഗൾ എംപയറിന്റെയൊക്കെ സമയത്ത് എന്താണ് കുറച്ചുകൂടെ ആദ്യ ഏൻഷ്യൻ പീരീഡിനെക്കാട്ടിൽ കുറെ കൂടി എന്താണ് എത്തിക്കൽ ധാർമ്മിക് പീരീഡ് എന്നൊക്കെ പറയുന്ന ആ കൾച്ചറിൽ നിന്ന് കുറെ കൂടെ സ്ട്രക്ചറായി. പക്ഷെ ആർബിട്രറി എന്ന് പറയുന്ന ആ സ്വഭാവം ടാക്സ് കളക്ഷന്റെ അത് മാറിയില്ല. ഒരു 3 ടൈപ്പ് ടാക്സ് അന്ന് കൊടുത്തിരുന്നു: ലാൻഡ് ടാക്സ്, റിലീജിയസ് ടാക്സ് as well as ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ. അത് അന്ന് അറിയപ്പെട്ടിരുന്ന പേര് ഖരജ്, ജിസ്യ as well as എന്താണ് സക്കാത്ത്. അങ്ങനെ 3 രീതിയിലായിരുന്നു അന്ന്, 3 പേരിലായിരുന്നു അതിന് അറിയപ്പെട്ടത്. ഖരജ് ലാൻഡ് ടാക്സ്, ജിസ്യ എന്താണ് റിലീജിയസ് ടാക്സ്, അതുപോലെ സക്കാത്ത് എന്ന് പറയുന്നത് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷനും ആണ് ആ സമയത്ത്. അപ്പൊ ഈ 3 എണ്ണമാണ് പ്രിവെയിലന്റ് ആയിട്ടുള്ള ടാക്സസ് എന്ന് പറയുന്നത്. ദെൻ ഐനി അക്ബറിക്കകത്ത്, ഐനി അക്ബറി എന്ന് പറയുന്ന ഒരു അബുൾ ഫസൽ കമ്പൈൽ ചെയ്ത ബുക്കിനകത്ത് അക്ബറിന്റെ കാലത്ത് ഒരു കുറെ കൂടി സിസ്റ്റമാറ്റിക് റവന്യൂ കളക്ഷൻ ഉണ്ടായി. എന്താണ് ടോഡാർമാൾസ് ലാൻഡ് റവന്യൂ റിഫോംസ് ആ സമയത്ത് വന്നു. അതേപോലെ എന്താണ് they were reforms are that reforms were the foundation of later Rotwari and Semindari system എന്ന് പറയും. Then medieval point എന്താണ് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. എന്താണ് അതുപോലെ ലെജിസ്ലേറ്റീവ് സാങ്ഷൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ടാക്സ് എങ്ങനെ റൂളേഴ്സിന്റെ റൂള് അപ്പോപ്പ തോന്നുന്ന കാര്യം ഇതുപോലെ ആയിരുന്നു റൂളറുകൾ ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നത്. കമ്പൽസറി എക്സാക്ഷൻ എന്നിട്ട് പിടിച്ചെടുക്കുകയാണ് അവർ ജനങ്ങളിൽ നിന്നും പ്രജകളിൽ നിന്നും മണി പിടിച്ചെടുക്കുകയായിരുന്നു. ഒരു ലെജിസ്ലേഷൻ ബാക്കിങ് സാങ്ഷനോ ഒന്നും ഇല്ലാതെ, ഒരു യൂണിഫോമിറ്റിയും ഇല്ലാതെ റൂളേഴ്സിന്റെ വിൽ പ്രകാരം തോന്നുന്ന പ്രകാരം എടുക്കുകയായിരുന്നു. അപ്പോൾ ഏൻഷ്യൻ പീരീഡ് കഴിഞ്ഞു. ഏൻഷ്യൻ പീരീഡ് അല്പം പോലും സ്ട്രക്ചേർഡ് അല്ല എന്ന് പറഞ്ഞ് അതൊരു മോറൽ ഡ്യൂട്ടിയാണ് സിറ്റിസൺസ് കൊടുക്കുക, ലെജിറ്റിമേറ്റ് റൈറ്റ് ആണ് റൂളേഴ്സിന്റെ എന്നൊക്കെ ഉള്ള ഒരു എത്തിക്കൽ അല്ലെങ്കിൽ ധാർമ്മിക് പ്രിൻസിപ്പിൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
പിന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടെ വന്നപ്പോഴാണ് എന്താണ് ഒരു 15 നൂറ്റാണ്ട്, 16 നൂറ്റാണ്ട് ആ ടൈമിലേക്ക്, ആ 16th സെഞ്ചുറി ടൈമിലേക്ക് എന്താണ് സംഭവിച്ചത്? ബ്രിട്ടീഷ് പീരീഡ് ഇവിടെ വന്നു. ടാക്സേഷന്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഉണ്ടായി. അപ്പം എന്താണ് ബ്രിട്ടീഷ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? മോഡേൺ ടാക്സേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മോഡേൺ ടാക്സേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആയിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ വന്ന ആ ടൈമിലെ ഈ 1857 ആ മ്യൂട്ടിനി കഴിഞ്ഞ ശേഷം, ശിപ്പായി ലഹള, ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ എന്താണ് അവരുടെ വരുമാന നഷ്ടത്തില് ടാക്സ് കളക്ട് ചെയ്ത് എന്താണ് അവരുടെ ലോസ് മേക്ക് ഗുഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആർബിട്രറി ആയിട്ടുള്ള സംഭവങ്ങൾ, പക്ഷെ സ്ട്രക്ചേർഡ് ആയിരുന്നു. ഒരു എനാക്ട്മെന്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ മോഡേൺ ടെക്നോളജിയോ മോഡേൺ എന്താണ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഇതിൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ 1860 ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് ഉണ്ടായി. അത് 1860 എന്ന് പറയുന്നത്, ആ ടൈം എന്ന് പറയുന്നത് IPC വന്നു, കോൺട്രാക്ട് ആക്ട് വന്നു, അങ്ങനെ പല എനാക്ട്മെന്റും ആ സമയത്താണല്ലോ വന്നത്. ജെയിംസ് വിത്ത് സ്റ്റീഫൻ അല്ലേ, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ, ലോർഡ് മക്കാളോ, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉള്ള ടൈമായിരുന്നു. പക്ഷെ ഈ ഇൻകം ടാക്സ് ആക്ട് ആരാണ്? ജെയിംസ് വിൽസൺ എന്ന് പറഞ്ഞ. അതെന്താണ്? ഈ സിപ്പായി ലഹള, അവരാണ് സിപ്പായി ലഹള എന്ന് നമ്മുടെ ശരിക്കും ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ ആയിരുന്നു. അന്നുണ്ടായ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ ഇറ്റ് വാസ് ടെമ്പററി, ബട്ട് ടെമ്പററി ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡയറക്റ്റ് ടാക്സേഷന്റെ ഒരു കമൻസ്മെന്റ് അല്ലെങ്കിൽ ബിഗിനിങ് എന്ന് അതിനെ പറയാം. ഏതിനെ? ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് 1860. പിന്നെ പല സമയങ്ങളിലും എന്താണ് ഇതുണ്ടായി, എന്താണ് പറയാ, അതിൻ്റെ അമെൻമെന്റ്സ് ഉണ്ടായി. ആ അമെൻമെന്റ്സ് എങ്ങനെയാണ്? ആ അമെൻമെന്റ്സ് 1886 അമെൻമെന്റ് ഉണ്ടായി, 1980, 1922. ഈ ഓരോ സമയത്തും ടാക്സ് പുതിയ രീതിയിൽ ഇൻകം ടാക്സ് ഒരു പെർമനന്റ് ആയിട്ട്, എന്നിട്ട് ടെമ്പററി ആയിട്ടായിരുന്നു ഏത് 1860 വന്നത്. പെർമനന്റ് ആയിട്ട് ടാക്സിനെ ടാക്സ് സിസ്റ്റത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഡയറക്റ്റ് ടാക്സിനെ, ഇൻകം ടാക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 1922 എനാക്ട്മെന്റ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദ ഇൻകം ടാക്സ് ആക്ട് 1922 വാസ് ദ ഫസ്റ്റ് കൺസോളിഡേറ്റഡ് ലോ എസ്റ്റാബ്ലിഷിംഗ് പോസ്റ്റ് ഇൻകം ടാക്സ്. ആരെയൊക്കെ അവിടെ പുതുതായിട്ട് നിയമിച്ചത്? ദ പോസ്റ്റ് ഓഫ് ഇൻകം ടാക്സ് ഓഫീസർ, അതേപോലെ അപ്പലേറ്റ് പ്രൊസീജിയർ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ടാക്സിന്റെ എന്താണ് മാനേജ്മെന്റ്, ടാക്സ് മാനേജ്മെന്റ്, ടാക്സ് അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഈ പോസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഒരു അപ്പലേറ്റ് പ്രൊസീജിയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 1922. എന്താണ്? ടാക്സ് അങ്ങ് പെർമനന്റ് ആക്കി. അതേപോലെ 1940 ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സിനെ അപ്പോയിന്റ് ചെയ്തു. ഒരു IT ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാണത്? 1940. 1922 ഇത് പെർമനന്റ് ആക്കിയത്. അതേപോലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് 1943 വന്നു. 1946 ഹൈ വാല്യൂ നോട്ട്സിനെ ഡിമോണിറ്റൈസ് ചെയ്തു. ഇപ്പൊ ഇത്രയാണ് തേർഡ് സ്റ്റേജ് ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുന്നത് 1860 മുതൽ വേണമെങ്കിൽ 1946 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസിലെ ഒരു ചെറിയ ജുഡീഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായി. കൊളോണിയൽ പീരിയഡ് സോ സെവറൽ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഡിഫൈനിങ് സ്കോപ്പ് ഓഫ് ടാക്സേഷൻ പവേഴ്സ്. ടാക്സേഷൻ പവറിന്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്തുകൊണ്ട്
ധാരാളം ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന്റെ പ്രീ ഇൻഡിപെൻഡൻസ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഫെഡറൽ കോർട്ട്, അതേപോലെ പ്രിവി കൗൺസിൽ. ദീസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, ലിറ്റിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ക്ലാരിഫൈ ചെയ്തു? ക്ലാരിഫൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് അണ്ടർ ഗവൺമെന്റ് ആക്ട് ഓഫ് 1935. അപ്പോൾ ഇത് പ്രീ ഇൻഡിപെൻഡൻസ് ജുഡീഷ്യൽ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ ഡെവലപ്മെന്റ്സും ഉണ്ട്. അങ്ങനെയാണ് അത് അടുത്ത പോയിന്റ് ആയിട്ട് 6th or 7th പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. പ്രീ ഇൻഡിപെൻഡൻസിനകത്ത് എന്താണ്? ഫെഡറൽ കോർട്ട്, പ്രിവി കൗൺസിൽ, ഗവൺമെന്റ് ഓഫ് GOI ആക്ട് 1935. അപ്പം ഇത് എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇതുകൊണ്ട്? ഈ GOI ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സംഭവിക്കുന്നത് എന്താണ്? ആ സെൻട്രലിന്റെയും പ്രോവിൻസസ്, നമ്മൾ സ്റ്റേറ്റ് എന്നല്ല പറയുന്നത്, പ്രോവിൻസുകളുടെയും പ്രൊവിൻഷ്യൽ സ്റ്റേറ്റുകളുടെയും പവർ തമ്മിൽ ഒരു എന്താണ് തമ്മിൽ വേർതിരിക്കപ്പെട്ടു, ഡിഫൈൻ ചെയ്തു വേർതിരിക്കപ്പെട്ടു. അങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസിലാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ, ഈ ടാക്സേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാനിഫെസ്റ്റേഷനും അതിന്റെ ഫൗണ്ടേഷനും ഒക്കെ ഉണ്ടാവുന്നത്. എന്താ, ഇന്ത്യ അഡോപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. വേർ ടാക്സേഷൻ പവേഴ്സ് വെർ ക്ലിയർലി ഡിമാർക്കേറ്റഡ്. അത് ഏതൊക്കെ ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 265 ആർട്ടിക്കിൾ 246 അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നോ ടാക്സ്, ആർട്ടിക്കിൾ 265 എന്ന് പറയുന്നത് നോ ടാക്സ് ഷാൽ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സ്പെക്ട് ബൈ അതോറിറ്റി ഓഫ് ലോ. ലോയുടെ ഒരു അതോറിറ്റിയോട് കൂടി അല്ലാതെ, ഒരു എനാക്ട്മെന്റോട് കൂടി അല്ലാതെ ഒരു ടാക്സും ലെവി ചെയ്യാനോ കളക്ട് ചെയ്യാനോ പാടില്ല. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്ത് പ്രിവെന്റ് ചെയ്തു? ഗവൺമെന്റിനെ ഇമ്പോസിങ് ടാക്സ് ആർബിട്രറി, ഇതുവരെ ആർബിട്രറി ആയിട്ട് ഇമ്പോസ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. എല്ലാ പീരീഡിലും, ഏൻഷ്യന്റിലായാലും മിഡീവിലായാലും ബ്രിട്ടീഷ് പീരീഡിലായാലും ഒക്കെ എന്താണ്, ടാക്സ് ആർബിട്രറി ആയിട്ട് വരാനുള്ള കാര്യം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു എനാക്ട്മെന്റ്, ലെജിസ്ലേറ്റീവ് ബാക്കിംഗ് ഇല്ലാത്തതായിരുന്നു അതിന് കാരണം. അപ്പൊ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാനിഫെസ്റ്റേഷൻ ആർട്ടിക്കിൾ 265 പ്രകാരം എന്താണ്, ഗവൺമെന്റ് ടാക്സസ് ഇമ്പോസ് ചെയ്യുന്ന, ആർബിട്രേറ്റ് ഇമ്പോസ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്തു. And also ensures that all taxation must be backed by a specific law passed by relevant legislative body. പാർലമെന്റും ആവാം, സ്റ്റേറ്റ് SLAയും ആവാം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ആവാം. അപ്പം അതൊരു സേഫ് ഗാർഡായി. എന്തിന്? അൺഓതറൈസ്ഡ് ആയിട്ട് ടാക്സേഷൻ അഗൻസ്റ്റ് ആയിട്ടൊരു സേഫ് ഗാർഡായി. അതേപോലെ ഈ ഫിസ്ക്കൽ ഗവേണൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ഗവേണൻസിന്റെ ഒരു കോർണർ സ്റ്റോണും കൂടി, ഒരു മൂലക്കല്ല് കൂടിയായി ഇന്ത്യയിലെ ഈ ആർട്ടിക്കിൾ 265 എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഷോർട്ട് ക്വസ്റ്റിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ 246 7th ഷെഡ്യൂൾ കാര്യം പറയുന്നത് 246 ആണ്. നമുക്ക് എല്ലാ ക്വസ്റ്റിനകത്തും ഇത് ഇത്തിരി എന്താണ്, ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. 7th ഷെഡ്യൂൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഈ 3 ലിസ്റ്റിനകത്തും എന്താണ്, ടാക്സിനെ പറ്റി പറയുന്ന 82, 83, 84 എൻട്രി യൂണിയൻ ലിസ്റ്റിനകത്തുള്ളതും, എൻട്രി നമ്പർ 46 സ്റ്റേറ്റ് ലിസ്റ്റിനകത്തുള്ളതും കൺകറന്റ് ലിസ്റ്റിനകത്ത് ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രസന്റേഷനകത്ത് പറഞ്ഞായിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറയുന്നത്, സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ഫസ്റ്റ് വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വളരെ ഈസി ആയിട്ട് വരും. അപ്പം അങ്ങനെയാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം പ്രീവിയസ് വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയും കൂടെ ശ്രദ്ധിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് ആക്ട് 1961 എന്തിനെ റീപ്ലേസ് ചെയ്ത്? പെർമനന്റ് ആയിട്ട് ആദ്യമായി ഉണ്ടായ 1922 ഇൻകം ടാക്സ് ആക്ടിനെ
1860 ടെമ്പററി ആയിരുന്നു. ആ 1922 പെർമനന്റ് ആക്ടിനെ റീപ്ലേസ് ചെയ്തു, കുറച്ച് അമെൻമെന്റ്സ് വന്നു. അപ്പം അതാണ് പ്രിൻസിപ്പൽ ലോ ആയിട്ട് ഗവൺമെന്റ് ഡയറക്റ്റ് ടാക്സേഷൻ ഇന്ന് വരെയും ഒരു പ്രിൻസിപ്പൽ ലോ ആയിട്ട് നിലനിൽക്കുന്ന സാധനം. പിന്നെ കുറച്ച് ആനുവലി എന്താണ് ബഡ്ജറ്റിനൊപ്പം ഫിനാൻഷ്യൽ ആക്ട് അപ്ഡേഷൻ, ഇതിൻ്റെ റേറ്റ്, ടാക്സേഷൻ്റെ റേറ്റ് മാറ്റാൻ വേണ്ടിയിട്ടും പുതിയ എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, റിബേറ്റുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സംഷൻസ് അഡീഷണൽ ആയിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാത് വർഷങ്ങളിൽ ഉള്ള ഫിനാൻസ് ബില്ലിനകത്ത് വരും. അപ്പം 1947 എന്താ സംഭവിക്കുന്നത്? ടാക്സ് കളക്ഷൻ, ബിസിനസ്സിനകത്തുനിന്ന് ടാക്സ് കളക്ഷൻ 1947 വന്നു. എക്സൈസ് ഡ്യൂട്ടിയും വെൽത്ത് ടാക്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു 1953 57. അതേപോലെ തന്നെ 61 അഡ്വൈസറി കമ്മിറ്റി ഫോർ ടാക്സ് വന്നു. 1962 ഡയറക്റ്റ് ടാക്സ് കമൻസ് ചെയ്തു. അപ്പൊ ഇത്രയാണ് എന്താ നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസിനകത്ത് പറയാൻ പറ്റുന്ന ആ കാര്യങ്ങൾ. ഓക്കെ, അതാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ സംഭവം. അപ്പം എന്താണ് സംഭവിക്കുന്നത്? പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ 1947 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്കകത്ത് 2 ആർട്ടിക്കിളിനകത്ത് ഇത് വളരെ കൃത്യമായിട്ട് ഉണ്ട്. 265, 267. പിന്നെ 1922 ആക്ട്, ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് 61 മാറ്റപ്പെട്ടു. അതേപോലെ എല്ലാ വർഷങ്ങളും ആനുവലി എന്താ ഫിനാൻസ് ബില്ല് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാറുണ്ട്. പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനും 47 എന്താണ് 53, 57, 61, 62 അതും ഒന്ന് നോക്കുക. അടുത്ത പോയിന്റിലേക്ക് എന്താ മോഡേൺ റിഫോംസ് ആൻഡ് പോളിസി എവല്യൂഷൻ. ടാക്സ് എൻക്വയറി കമ്മീഷൻ എന്ന് പറയുന്നത് 53, 54 എന്താണ് ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടും ടാക്സിൽ നിന്നും എന്താണ് ഇവേഷൻ എങ്ങനെയും രക്ഷപ്പെടുന്നത് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ടാക്സ് എൻക്വയറി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഈ പ്രൊസീജിയർ സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യുക, ടാക്സ് അടയ്ക്കാതെ രക്ഷപ്പെടുന്ന, ടാക്സിൽ നിന്ന് ഇവേഷൻ നടത്തി പോകുന്ന ആൾക്കാരെ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തന്നെ കോംപ്ലക്സിറ്റി കൊണ്ട് അടയ്ക്കാതെ പോകുന്ന ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞു കിട്ടും. അങ്ങനെ പല മെത്തേഡും അവിടെ ഉപയോഗിച്ചു. പിന്നെ ഡയറക്റ്റ് ടാക്സ് കോഡ് എന്ന് പറയുന്നത് 2009 ഡ്രാഫ്റ്റില് എന്താ പ്രപ്പോസ് ചെയ്തത്? കൺസോൾട്ടേഷൻ, ബട്ട് ലേറ്റർ ഇറ്റ് റിപ്ലേസ്ഡ് ബൈ ഓൺഗോയിങ് റിഫോംസ് അണ്ടർ ഫിനാൻസ് ആക്ട് അമെൻമെന്റ്സ്. ഓരോ ഫിനാൻസ് വർഷത്തിലെ അമെൻമെന്റിലെ അത് എന്താണ് റിഫോം കൊണ്ടുവന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു 2009 ഡിറക്റ്റ് കോഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മേജർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GST എന്തിന് പകരം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു? വാറ്റിന് പകരം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ഒറ്റ ടാക്സ്, ഒരു പ്രൊഡക്റ്റിന് ഒറ്റ ടാക്സ് മാത്രം, പല സ്റ്റേജിലും ടാക്സ് വാങ്ങിക്കുന്ന സംഭവം ഒഴിവാക്കി. അപ്പൊ അതെന്താണ്? ദർ ഇസ് എ ലാൻഡ്മാർക്ക് ഇൻഡയറക്റ്റ് ടാക്സ് റിഫോം ഇന്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ ടാക്സസ് ഇൻടു വൺ യൂണിഫൈഡ് എന്താണ് ടാക്സ് സിസ്റ്റം. പിന്നെ 2020 എന്ത് സംഭവിച്ചു? ഫേസ്ലെസ് അസസ്മെന്റ്. എന്താ? ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഇത് മോണിറ്റർ ചെയ്യാൻ ഹ്യൂമൻ ഇന്റർവെൻഷൻ എത്രയും കുറയ്ക്കാമോ അത്രയും കുറച്ചിട്ട് ഡിജിറ്റൽ കംപ്ലയൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും എന്താണ് കൂടുതൽ വരുത്താൻ വേണ്ടിയും ഫേസ്ലെസ് മെഷീൻ മോണിറ്റേർഡ് ആയിട്ടുള്ള അസസ്മെന്റ് സ്കീമും അതുപോലെ ടാക്സിന്റെ ഡിജിറ്റൽ കംപ്ലയൻസും ഒക്കെ അവിടെ കൊണ്ടുവന്നു.
അപ്പൊ ടാക്സ് മോണിറ്ററിങ് കംപ്ലീറ്റ് ഇപ്പം മെഷീൻ ഓറിയന്റഡ് ആണ്. അവിടെ ഹ്യൂമൻ ഇന്റർഫറൻസ് വളരെ വളരെ കുറവാണ്. ദെൻ അടുത്ത സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. എന്താണ് ഫിനാൻസ് കമ്മീഷൻ? ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിനെ പറ്റി പറയുന്നത്. എന്താണ് ഫിനാൻസ് കമ്മീഷൻ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഇറ്റ് റെക്കമെൻഡ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. എന്താണ് അത് ടാക്സ് കിട്ടുന്നത്? അപ്പം കേരളത്തിന് കിട്ടിയ വിഹിതം കിട്ടിയില്ല, തമിഴ്നാടിന് കിട്ടിയ വിഹിതം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി വരെ കേസുകൾ പോയിട്ടുള്ള കാര്യം അത് നമ്മൾ ഓർക്കുമല്ലോ. അപ്പം ഈ ഫിനാൻസ് കമ്മീഷനാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് ഇൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്താണ് ഇൻ എ പർട്ടിക്കുലർ റേഷ്യോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള റെക്കമെൻഡേഷൻ. അതാണ് ഫിനാൻഷ്യൽ കമ്മീഷന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് എൻഷുവേഴ്സ് എന്താണ് ഫിസ്ക്കൽ ബാലൻസ് ആൻഡ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ഇപ്പം ഈ സമയത്ത് കോഓപ്പറേറ്റീവ് ഫെഡറലിസം അതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ റീസെന്റ് കമ്മീഷൻസ് എന്താണ് 14th and 15th കമ്മീഷൻ എന്ത് എംഫസൈസ് ചെയ്തിരിക്കുന്നത്? ഫിസ്ക്കൽ ഓട്ടോണമി ഓഫ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്. എല്ലാ റിസോഴ്സും ഇക്വിറ്റബിൾ ഷെയറിംഗ് ആയി ഇത് നമ്മളൊരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യം എന്ന ആ കൺസെപ്റ്റില് ഞങ്ങളുടെ വെള്ളം ഞങ്ങൾക്ക് മാത്രം, കേരളത്തിന്റെ വെള്ളം കേരളത്തിന് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലാതെ ഒരു ഇക്വിറ്റബിൾ ഷെയറിംഗ് പെരിയാറിന്റെ തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു മുല്ലപ്പെരിയാറിന്റെ വെള്ളം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് എന്താ ഫിനാൻസ് കമ്മീഷന്റെ റോൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താ? ജുഡീഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ ടാക്സ് ഡെവലപ്മെന്റ്. Indian judiciary has upheld the principle of taxation. എങ്ങനെ? It should be just, it should be reasonable and it should be lawful. ടാക്സേഷൻ സ്കീം എന്ന് പറയുന്നത് ജസ്റ്റ്, റീസണബിൾ ആസ് വെൽ ആസ് ലോഫുൾ ആയിരിക്കണം എന്നുള്ളത് കാര്യം പല പ്രൊനൗൺസ്മെന്റിലും ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റിലും അപ്ഹെൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതേപോലെ കോർട്ട് ഹാസ് ഇന്റർവീൻ ടു പ്രിവെന്റ് ആർബിട്രറി ആയിട്ടോ റീട്രോസ്പെക്റ്റീവായിട്ടോ ഉള്ള ഒരു ടാക്സേഷൻ സ്കീമിനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കാരണവശാലും റീട്രോസ്പെക്റ്റീവ് ഇപ്പം ഈ 2025 എന്താണ് 30% എന്നുള്ളത് 35% ടാക്സേഷന്റെ റേറ്റ് മാറ്റി അപ്പർ സ്ലാബ് മാറ്റിയെന്ന് വിചാരിച്ചു. എന്നിട്ടത് ഇറ്റ് ഷുഡ് ബി എന്താണ് it should be effected retrospectively from 2020 ഫോർ എക്സാമ്പിൾ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും റീട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ ആർബിട്രറി ആയിട്ട് കൊണ്ടുവരാൻ എന്താണ് കോർട്ട് സമ്മതിക്കത്തില്ല. ഡെഫിനറ്റ്ലി കോർട്ട് വിൽ ഇന്റർവെൻ. അതേപോലെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഹാസ് ഷേപ്ഡ് ടാക്സ് concepts like income, agriculture, as well as tax avoidance. ടാക്സ് അവോയ്ഡ് ചെയ്ത് പോവാൻ ഒരിക്കലും ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ടാക്സ് എന്താണ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ജുഡീഷ്യറി കൊടുക്കത്തില്ല. അപ്പം 9th പോയിന്റിലേക്ക് പോവാണ്, ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഗ്ലോബലൈസേഷൻ. എന്തൊക്കെയാണ്? ഇന്ത്യസ് ടാക്സേഷൻ പോളിസി ഇവോൾവ് വിത്ത് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ. മെമ്പർഷിപ്പ് ഇൻ OECD, IMF, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അതേപോലെ എന്താണ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ India's adoption of global standards. ഈ എന്താണ് ഇന്റർനാഷണൽ ഏജൻസികളിലുള്ള മെമ്പർഷിപ്പ് ഇന്ത്യയിൽ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു? ഇന്ത്യയുടെ
ഗ്ലോബൽ അഡോപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഗ്ലോബലി ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് ഇന്ത്യയിലെ ടാക്സേഷൻ സിസ്റ്റവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് എഗ്രിമെന്റ്സ്, DTAA, ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് എഗ്രിമെന്റ്സ്, അതും എന്താണ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ടാക്സ് പേയേഴ്സ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ. ക്രോസ് ബോർഡർ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഡബിൾ ആയിട്ടുള്ള ടാക്സേഷനെ അവോയ്ഡ് ചെയ്യാനുള്ള എഗ്രിമെന്റ് അവിടെ അത് വന്നു. അതേപോലെ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ്, BEPS, അതേപോലെ ആക്ഷൻ പ്ലാൻ അണ്ടർ OECD, പിന്നെ ജനറൽ ആന്റി അവോയ്ഡൻസ് റൂൾ, ഇതെല്ലാം 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത്രയുമാണ് ഈ 9 പോയിന്റ്സ് ആണ് നമ്മളുടെ എവല്യൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്ന ആ പോയിന്റ്സ്. എന്താണ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ടാക്സേഷൻ പറയുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 കേസുകളും നേരത്തെ ഉള്ളത് തന്നെ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏൻഷ്യൻ പീരിയഡ്, medieval period, British period, pre-independence judicial developments, post-independence constitutional foundation, modern reforms and policy evolution, role of finance commission, എന്താണ് judicial influence on tax development as well as international influence and globalization. ഇത്രയാണ് ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് നമുക്ക് പേപ്പറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, കേസിൽ 2 നേരത്തെ പറഞ്ഞിരിക്കുന്നത് AV ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ആ കേസും കെസ്റ്റോറാം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കേസുമാണ് നേരത്തെ ഉള്ളതിനകത്താണ്. പിന്നെ അടുത്ത ടോപ്പിക്ക് ആദം സ്മിത്തിന്റെ 4 കാനോണിനെ പറ്റിയിട്ടുള്ളതായിരിക്കും അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ടോപ്പിക്ക് കണ്ടതിന് ശേഷം 2ാമത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നിങ്ങൾ എല്ലാം വാച്ച് ചെയ്യുന്നതിനും നിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്ന ഇൻട്രസ്റ്റിനും വളരെയധികം നന്ദി. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റും ചെയ്യുക. എല്ലാവരും ഇത് വളരെ അധികം ശ്രദ്ധാപൂർവം കേട്ടതിൽ വളരെയധികം. ഓക്കെ, താങ്ക് യു ഓൾ.